وكونوا مع الصادقين صدق الله العلي العظيم. ഈ മഹത്തായ കുത്തുബിയത്ത് വാർഷിക സമ്മേളനത്തിൻ്റെ ദർസ് വാർഷിക സമ്മേളനത്തിൻ്റെ അധ്യക്ഷർ ബഹുമാന്യരായ കേരള സംസ്ഥാന സുന്നി യുവജന ഫെഡറേഷൻ കേരള സ്റ്റേറ്റ് അധ്യക്ഷൻ ബഹുമാന്യരായ സയ്യിദ് ഹാഷിം ബാഫയ്ക്ക് തങ്ങൾ അവരുകളെ, ഈ മഹല്ലിനെ ദശകങ്ങളായി നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഈ മഹല്ലിൽ നിന്ന് ധാരാളം ഇൽമിൻ്റെ സേവകന്മാരെ വാർത്തുവിട്ടുകൊണ്ട് ഈ മഹല്ലിന് അഭിമാനം പകർന്ന പ്രിയങ്കരനായ നമ്മുടെ മുദരിസ് ഉസ്താദ് അബു സാലിഹ് മുസ്ലിയാർ അവർകളെ, സഹപ്രവർത്തകരായ കൂടെ വന്ന പണ്ഡിതന്മാരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, മഹല്ല് ജമാഅത്ത് ഭാരവാഹികളെ, പ്രസിഡന്റ്, സെക്രട്ടറി അടക്കമുള്ള ഭാരവാഹികളെ, ഈ ഒരു പരിപാടി നമ്മൾ ശൈഖ് തങ്ങളവകളുടെ പേരിൽ നടത്തി വരുന്ന മഹത്തായ ഒരു കർമ്മമാണ്. ഈ പരിപാടിയിലേക്ക് ഈ ഉള്ളവനെ കൊണ്ടുവന്നത് അഭിനന്ദരായ ശൈഖുന താജുൽ ഉലമ അവർകളാണ്. ശൈഖുന അവർകൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയ, ഇങ്ങോട്ട് കൊണ്ടുവന്ന എല്ലാവരെയും അവരുടെ വഫാത്ത് വരെയും നിങ്ങൾ സ്വീകരിക്കുകയും ആനയിക്കുകയും ആദരിക്കുകയും അവരുടെ വഫാത്ത് വരെ വർഷാന്തം നിങ്ങളിങ്ങോട്ട് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയും ചെയ്തു. അവരിൽ ഓരോരുത്തരായി അവരവരുടെ ദുന്യാവിൽ അള്ളാഹു നിശ്ചയിച്ച ആയുസ്സും അള്ളാഹു അവരിൽ ഏൽപ്പിച്ച ഉത്തരവാദിത്വവും ധർമ്മവും നിറവേറ്റിക്കഴിഞ്ഞപ്പോൾ അവരൊക്കെ അവരുടെ ലോകത്തേക്ക് അള്ളാഹു അവർക്കൊരുക്കിയ റഹ്മത്തിലേക്ക്, നമ്മുടെ പ്രതീക്ഷയാണ് അള്ളാഹു പുലർത്തുമാറാവട്ടെ, മഗ്ഫിറത്തിലേക്കും റഹ്മത്തിലേക്കും അവരൊക്കെ നീങ്ങി. ശേഷം മറ്റു പല സഹോദരങ്ങളെയും സുഹൃത്തുക്കളെയും ഈ ഉള്ളവനും ബന്ധപ്പെടുത്തി നമ്മുടെ ഈ പരിപാടിയിൽ നിങ്ങളെ പരിചയപ്പെടുത്തി, നിങ്ങളുടെ നാടുമായി ബന്ധപ്പെടുത്തി അവരെയും വർഷാന്തം നിങ്ങൾ ക്ഷണിക്കുകയും ആദരിക്കുകയും മുടങ്ങാതെ വർഷാന്തം ഇങ്ങോട്ട് കൊണ്ടുവരികയും ചെയ്യുന്നു. ഇത് നിങ്ങളുടെ നന്മയാണ്, ഈ നാടിൻ്റെ നന്മയാണ്, ഈ നാടിൻ്റെ നന്ദിയാണ്. ശൈഖുന താജുൽ ഉലമ അവർകളോടുള്ള കടപ്പാട് എന്നെന്നും നെഞ്ചിലേറ്റുകയും ആ കടപ്പാട് മറക്കാതെ നിർവഹിച്ചു വരികയും ചെയ്യുന്ന നിങ്ങളെ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ആ കടപ്പാട് അനുഗ്രഹിച്ചതിന് നിങ്ങളെയാണ് ആദരിക്കേണ്ടത്. 50 വർഷം ഞാനിങ്ങോട്ട് വന്നെങ്കിൽ അതിനെ ആദരിക്കപ്പെടേണ്ടവർ നിങ്ങളാണ്. നിങ്ങൾ ക്ഷണിച്ചു വരുത്താണല്ലോ. ഒരു 5-10 വർഷമൊക്കെ ഏതെങ്കിലും പ്രാസംഗികനെ അല്ലെങ്കിൽ ഒരു വഴലനെ ഒരു നാട്ടിലേക്ക് വിളിച്ചു വരുത്തി സാധാരണ ആദരിക്കാറുണ്ട്, ബഹുമാനിക്കാറുണ്ട്, പ്രസംഗിപ്പിക്കാറുണ്ട്. പിന്നെ സാധാരണഗതിയിൽ കേട്ട് എന്തായാലും മടുക്കുമല്ലോ. മടുപ്പില്ല എന്നൊക്കെ വെറുതെ പറയുന്നതാണ്. എന്തായാലും കേട്ട് മടുക്കും. അങ്ങനെ മടുപ്പ് വന്നാൽ പിന്നെ അത്തരം ആളുകളെ ക്ഷണിക്കാതിരിക്കുകയും പിന്നീട് പകരം പുതിയ പ്രാസംഗികന്മാരെയും പുതിയ കേളി കേട്ടിട്ടുള്ള വഴലന്മാരെയും ഒക്കെ കൊണ്ടുവരികയുമാണ് എല്ലാ നാട്ടുകാരുടെയും പതിവ്. എല്ലാ രാജ്യക്കാരും അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത്. 8-10 വർഷമൊക്കെ ഒരു പ്രാസംഗികനെ സഹിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ പുതിയ ആളെ തേടും. കാരണം പ്രഭാഷകന്മാരും ഇങ്ങനെ നിറഞ്ഞു വരികയല്ലേ. ഒരുപാട് പ്രഭാഷകന്മാർ വന്ന് അസ്തമിച്ചു പോയി. നമ്മളെപ്പോലുള്ളവരൊക്കെ ഓരോരോ നിയോഗം കൊണ്ടും ഓരോരോ ഉത്തരവാദിത്വം കൊണ്ടും അങ്ങനെ നീങ്ങി പോകുന്നു. തീർത്തും അസ്തമിക്കുന്നില്ലെന്നേ ഉള്ളൂ. സാധാരണഗതിയിൽ വഴലനായി പ്രാസംഗികനായി വരുന്നവരൊക്കെ അവരുടെ
അത്യാവശ്യം കാലം കഴിഞ്ഞാൽ, തിളക്കം കഴിഞ്ഞാൽ, ജനങ്ങൾക്കിടയിലുള്ള സ്വീകാര്യത കഴിഞ്ഞാൽ ഇല്ലാതാകും. പിന്നെ പുതിയവർ വരും. അങ്ങനെയുള്ള ട്രെൻഡ് അതനുസരിച്ചാണ് ലോകം അങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയൊന്നും നീങ്ങാതെ 50 വർഷക്കാലം നിങ്ങൾ ഈ ഉള്ളവനെ സഹിക്കുന്നു, നിങ്ങൾ ഈ ഉള്ളവനെ വിളിക്കുന്നു, ഞങ്ങൾ കൂട്ടുകാരെയും സഹപ്രവർത്തകരെയും ക്ഷണിക്കുക മാത്രമല്ല അങ്ങേയറ്റം ആദരിക്കുകയും അങ്ങേയറ്റം നിങ്ങൾ അംഗീകരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നു. ഇത് നിങ്ങളാണ് യഥാർത്ഥത്തിൽ നന്ദി അർഹിക്കുന്നവരും കടപ്പാടർഹിക്കുന്നവരും. അള്ളാഹു നിങ്ങൾക്ക് മുന്തിയ ജസ നൽകുമാറാവട്ടെ. നിങ്ങൾ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന മഹാനായ ശൈഖുന താജുൽ ഉലമ അവറുകളോടൊപ്പം അള്ളാഹു നിങ്ങളെ അവൻ്റെ സുഖലോക സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മളെ എല്ലാവരെയും ആ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തുമാറാവട്ടെ. നമുക്ക് ആ വിധത്തിൽ അത് സംസാരിക്കാം. ഓരോരോ കാലത്ത് ഓരോ പേരും പറഞ്ഞ് നിങ്ങളോരോരോ മൊമൻറ്റും മറ്റൊക്കെ തരുത് കൊണ്ടുപോയി വെക്കാൻ സ്ഥലമില്ല. അത് ഓരോന്ന് തരുന്ന് വീട്ടിലെവിടെയും കൊണ്ടുപോയി വെക്കാൻ സ്ഥലം വേണ്ടി അവിടുന്ന് ഇവിടുന്ന് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇപ്പോൾ 50 വർഷം ഇവിടെ വന്നീനാണ്. അതിനൊരു ഹാളും ഇതൊക്കെ പിന്നെ എപ്പോഴഞ്ഞിടുക, ഇതൊന്നും ഇടാനൊരു അവസരം കൂടിയില്ല. ഏതായാലും ആവട്ടെ, നിങ്ങളുടെ സ്നേഹത്തിനും ഇഷ്ടത്തിനും വളരെയധികം നന്ദിയുള്ളവരും വളരെയധികം നിങ്ങളോട് കടപ്പെട്ടവനുമായി ആ കടപ്പാട് ഈ സദസ്സിനെ അറിയിക്കുന്നു. അള്ളാഹു നമ്മെ അള്ളാഹുവിൻ്റെ പേരിൽ സ്നേഹിക്കുന്ന, അള്ളാഹുവിൻ്റെ തിരുദൂതരുടെ പേരിൽ സ്നേഹിക്കുന്ന മുത്തഹാബ്യങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തുമാറാവട്ടെ. അങ്ങനെയുള്ള മുത്തഹാബ്യങ്ങളിൽ പെടാനുള്ള ഒരു ചെറിയ മോഹമാണ് നമ്മൾ ഈ വർഷാന്തം ശൈഖ് തങ്ങൾ അവർകളെ അനുസ്മരിച്ചുകൊണ്ട് നടത്തുന്ന ഈ കുത്തുബിയത്ത് വാർഷികം. കുത്തുബിയത്ത് മാസാന്തം നടക്കുന്നു. അതിൻ്റെ വാർഷികമായി നമ്മൾ ശൈഖ് തങ്ങളെ അനുസ്മരിച്ചു കൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ട് 59 വർഷമായി. കുത്തുബിയത്ത് നടത്തി തുടങ്ങിയിട്ട് 59 വർഷം. വാർഷികമായിട്ട് തുടങ്ങിയിട്ടായോ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. കുത്തുബിയത്തിൻ്റെ 59ാം വാർഷികമാണ്. ഇതൊക്കെ നമ്മൾ അത്തരം മഹാത്മാക്കളെ സ്നേഹിക്കുന്നവരാണ്, ഇഷ്ടപ്പെടുന്നവരാണ്. അവരെ സ്നേഹിക്കുന്നതിൻ്റെ പേരിൽ ആ സ്നേഹം കൊണ്ട് നമ്മൾ സ്നേഹിക്കുന്ന ആളുകളോടൊപ്പം നമ്മൾ എത്തണം. അവരുടെ ശഫാഅത്തും ശുപാർശയും നമുക്ക് കിട്ടണം. അവരുടെ ഇഷ്ടവും കനിവും അവരുടെ ആശീർവാദവും പൊരുത്തവും നമുക്ക് ലഭിക്കണം എന്ന് കരുതി നമ്മൾ കാണിച്ചു കൊണ്ടിരിക്കുന്ന നല്ല സുഹൃതങ്ങളും സത്ക്രമങ്ങളുമാണ് ഇത്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം നിർദ്ദേശിച്ചിട്ടുള്ളതുമാണ്. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വകൂനൂ മഅസ്വാദിഖീൻ. നിങ്ങൾ അല്ലാഹുവിന് തഖ്വയുള്ളവരായിരിക്കണം. അത് അല്ലാഹുവിൻ്റെ ആകെ മൊത്തമുള്ള ഉപദേശമാണ്. വസിയത്തുല്ലാഹി ഫിൽ അവ്വലീന വൽ ആഖിരീൻ. ആദികാലത്തെ മനുഷ്യ സമൂഹങ്ങളിലും വരാനിരിക്കുന്ന പിന്മുറക്കാരിലും അന്ത്യനാൾ വരെ വരാനിരിക്കുന്നവരിലും എല്ലാം അല്ലാഹു തആലാക്ക് നൽകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വസിയത്ത് അല്ലാഹുവിനെ തഖ്വ ചെയ്തുകൊണ്ട് ജീവിക്കാനും മുത്തഖീങ്ങളായി ജീവിക്കാനുമുള്ള വസിയത്താണ്. ആഴ്ചാന്തം നമ്മൾ വെള്ളിയാഴ്ച പള്ളികളിലെ ഖുതുബകളിൽ 2 പ്രാവശ്യം 2 ഖുതുബകളിലും വസിയത്തും ബിത്തഖ്വ കേൾക്കുന്നു. തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. മാത്രമല്ല ഏത് സുന്നത്തായ ഖുതുബകളിലും വസിയത്ത് ചെയ്യുന്നു, തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. ഇത് അല്ലാഹുവിൻ്റെ ഏറ്റവും ബലപ്പെട്ട ഒരു ഉപദേശമാണ്. ഏത് സമയത്തും കൈമാറിക്കൊണ്ടിരിക്കേണ്ട ഉപദേശമാണ്. ഈ ഉപദേശം നൽകിക്കൊണ്ട് ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വകൂനൂ മഅസ്വാദിഖീൻ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊണ്ടുവന്ന് സമർപ്പിച്ചിട്ടുള്ള ദീനിൻ്റെയും ശരീഅത്തിൻ്റെയും പേരാണ് സിദ്ഖ്. വല്ലദീ ജാഅ ബിസ്സിദ്ഖി വസദ്ദഖ ബിഹി. സിദ്ഖ് എന്ന ഈ ദീനിനെ കൊണ്ടുവന്നിട്ടുള്ള മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വസദ്ദഖ ബിഹി, ആ സിദ്ഖ് എന്ന ദീന് കേട്ട ഉടനെ തന്നെ അതിനെ തസ്ദീഖ് ചെയ്ത് അംഗീകരിച്ചുകൊണ്ട് നബിയുടെ കൂടെ കൂടിയിട്ടുള്ള മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. ഇത് വിശുദ്ധ ഖുർആൻ അല്ലാഹുവിൻ്റെ റസൂലിനെയും നബിയുടെ സന്തത സഹചാരിയായ സിദ്ദീഖുൽ അക്ബർ എന്നവരെയും ഒരു വ്യക്തിയാക്കി, ഒറ്റ വ്യക്തിയാക്കി അവതരിപ്പിച്ചുകൊണ്ട് അല്ലാഹു തആല പ്രകീർത്തിച്ച ഒരു വചനമാണ്. വല്ലദീ ജാഅ ബിസ്സിദ്ഖി വസദ്ദഖ ബിഹി. വല്ലദീ, യാതൊരുത്തൻ, ജാഅ ബിസ്സിദ്ഖി, സിദ്ഖ് എന്ന ദീനുമായി ഈ ദുന്യാവിൻ്റെ അകത്ത് അല്ലാഹുവിൻ്റെ നിയോഗപ്രകാരം കൊണ്ടുവന്നിട്ടുള്ള നബി, വസദ്ദഖ ബിഹി, ആ നബിയെ തസ്ദീഖ് ചെയ്തിട്ടുള്ളവരുമായ ഒരുത്തൻ. 2 പേരും കൂടി ഒരുത്തനാണ്.
രണ്ടുപേരും കൂടി ഒരുത്തനാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല വെക്കുന്ന ഇരുമയ്യാണെങ്കിലും സിദ്ദീഖുൽ അക്ബർ എന്നവരും അല്ലാഹുവും അല്ലാഹുവിൻ്റെ റസൂലും ഒന്നു തന്നെ എന്ന് പ്രത്യേകം പ്രഖ്യാപിക്കുന്ന ഈ ആയത്തിൽ ദീനിന് പേര് വെച്ചത് സിദ്ഖ് എന്നാണ്. ഈ സിദ്ഖാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരും മഹത്തുക്കളും എല്ലാം വിശേഷിപ്പിക്കപ്പെടുന്ന സാദിഖ് എന്നറിയുന്ന വാചകം. എത്രയോ ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അനേകം അമ്പിയാക്കന്മാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും ഈ ഉമ്മത്തിനും പരിചയപ്പെടുത്തിക്കൊണ്ട് അവർ സ്വാദിഖീങ്ങളിൽപ്പെട്ടവരാണ്, അവർ സ്വാദിഖുൽ വഅദാണ്, അവർ സ്വാദിഖാണ് എന്ന് വിശേഷിപ്പിച്ചത് കാണാം. ആ സ്വാദിഖാണ് യഥാർത്ഥത്തിൽ അല്ലാഹു തആല പറയുന്ന ഖൂലു മഅ സ്വാദിഖീൻ എന്നത്. ഈ ദീനിൻ്റെ കൂടെ നിൽക്കുന്നവർ, ദീൻ എവിടെയാണോ ഹക്ക് എവിടെയാണോ അവിടെ നിൽക്കുന്നവർ. മഹാനായ ഇമാമുൻ നവവി റഹ്മഹുല്ലാ തങ്ങൾ അവർകൾ ഈ സ്വാദിഖ് എന്നതിനെ വിശേഷിപ്പിച്ചത് ഒരു ദിവസത്തിൽ, പലരും വിശേഷിപ്പിച്ചത് ഒരു ദിവസത്തിൽ 40 പ്രാവശ്യം മാറി 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 കാര്യങ്ങളിൽ നിന്ന് മാറി 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 ചെയ്തുകൊണ്ടിരിക്കുന്നവർ എന്നാണ്. ഒരു ദിവസത്തിൽ 40 പ്രാവശ്യം മാറി മാറി ചെയ്യുന്നവർ. ആദ്യം ഒന്ന് ചെയ്തു, പിന്നീട് അതിന് വേരത്തിൽ അതല്ലാത്ത മറ്റൊന്ന് ചെയ്തു, പിന്നെ അതല്ലാത്ത മറ്റൊന്ന് ചെയ്തു, അങ്ങനെ മാറി 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 സൽക്രമങ്ങളിൽ നിന്നും സമയത്തിൻ്റേത് ബന്ധം മനസ്സിലാക്കിക്കൊണ്ട് മാറി മാറി ചെയ്തുകൊണ്ടിരിക്കുന്നവർ 40 ദിവസം എന്ന് മഹാന്മാരായ ആളുകൾ ഇതിനെ വിശേഷിപ്പിച്ച മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ളവർ പ്രത്യേകം പറഞ്ഞ ഈ വാക്കിനെ മഹാനായ ഇമാമുൻ നവവി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ അവർകൾ അതിനെ സമർത്ഥിക്കുകയും ശരിവെക്കുകയും ചെയ്തുകൊണ്ട് പറയുന്നത് അസ്വാദിഖു അല്ലദീ യദൂറു മഅൽ ഹഖ് ഹൈസു ദാറ. ഹക്ക് എവിടെയാണോ ആ ഹക്കിൻ്റെ കൂടെ കറങ്ങിക്കൊണ്ടിരിക്കുന്നവർ, ഹക്ക് എവിടെയാണോ അങ്ങോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നവർ. അതായത് സിദ്ഖ് എവിടെയാണോ ആ സിദ്ഖിൻ്റെ കൂടെ നിൽക്കുന്നവർ. ഈ സിദ്ഖ് പല സമയത്തും പലതാകാം, പല ദിവസങ്ങളിലും പലതാകാം, ഒരു ദിവസത്തിലെ പല സമയങ്ങളിലും പലതാകാം. കാരണം അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ഹക്ക് എന്നവർ പറയുന്നത് സമയത്തിൻ്റെ ഹക്കാണ്. ഓരോ സമയത്ത് എന്താണോ ആ സമയം അർഹിക്കുന്ന കാര്യം ആ ഹക്കാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ ഹക്ക് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓരോ സമയത്ത് ഹക്കായത് എന്താണോ അതാണ് ആ സമയത്തിൻ്റെ ഹക്ക്. സമയത്തിൽ ഹക്കായ പല കർമ്മങ്ങളുമുണ്ട്. ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. 5 നേരം സമയം നിശ്ചയിച്ചുകൊണ്ട് അല്ലാഹു തആല നമ്മുടെ മേൽ കടമയാക്കിയിട്ടുള്ള ഹക്കാണ് 5 വഖ്ത് നമസ്കാരം. വർഷത്തിൽ റമളാൻ മാസം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മേൽ കടമയാക്കിയിരിക്കുന്ന നോമ്പിൻ്റെ കർമ്മമാണ് റമളാൻ മാസത്തിലെ നോമ്പ്. ചില പ്രത്യേക മാസങ്ങൾ നോമ്പ് കഴിഞ്ഞാൽ ശവ്വാൽ, ദുൽഖഅദ, ദുൽഹിജ്ജ എന്ന ഈ 3 മാസങ്ങൾ നിശ്ചയിച്ചുകൊണ്ട് ആ 3 മാസത്തിൽ ഇഹ്റാം ചെയ്ത് ഹജ്ജ് മാസത്തിലെ ചില പ്രത്യേക സമയങ്ങളിൽ ചില പ്രത്യേക ചിട്ടകളോടെ ചില പ്രത്യേക കർമ്മങ്ങൾ നടത്തിക്കൊണ്ട് ചെയ്യുന്ന ഹക്കാണ് ഹജ്ജ്. ഇതൊക്കെ സമയബന്ധിതമായ ഹക്കുകളാണ്. ഈ സമയബന്ധിതമായ ഹക്കുകളൊക്കെ നമ്മൾ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ആ സമയത്ത് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാൻ അള്ളാഹു ഏൽപ്പിച്ച ഫർളാണെന്ന ബോധ്യത്തോടുകൂടെ നിർവഹിക്കുവാൻ വേണ്ടി അള്ളാഹു നിശ്ചയിച്ച ഹക്കാണ്. ഈ ഹക്കുകളെക്കാൾ ഉപരി സമയാസമയങ്ങൾക്ക് ഹക്ക് കാണുന്നവരാണ് അല്ലാഹു തആലാന്റെ വിശിഷ്ടരായ ഔലിയാക്കന്മാർ. നമ്മൾ അനുസ്കരിക്കുന്ന ബഹുമാന്യരായ ശൈഖ് തങ്ങളവർകൾ, മുഹ്യിദ്ദീൻ ശൈഖ് തങ്ങളവർകൾ, ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവർകളെ പോലുള്ള ഔലിയാക്കന്മാർ സമയാസമയങ്ങളിൽ ആ സമയത്തിൻ്റെ ഹക്ക് എന്താണോ ആ ഹക്ക് നോക്കി നിർവഹിക്കുന്നവരാണ്. ആ സമയത്തിൻ്റെ ഹക്കും സമയത്തിലുള്ള ഹക്കും തമ്മിലുള്ള മാറ്റം എന്താണ്? സമയത്തിൻ്റെ ഹക്കാണെങ്കിൽ ആ ഹക്ക് ഖളാ വിട്ടാൻ സാധ്യമല്ല. സമയത്തിൽ നിശ്ചയിച്ചിട്ടുള്ള ഹക്കാണെങ്കിലോ അത് ഖളാ വിട്ടാം, നഷ്ടപ്പെട്ടാൽ ഖളാ വിട്ടാം. ഉദാഹരണം, ഉറങ്ങിയിട്ടോ കാരണത്തോടുകൂടിയോ നമസ്കാരം ഖളാ ആയി. ളുഹ്ർ നമസ്കാരം ഒരാൾക്ക് അങ്ങനെ കടന്നുറങ്ങിപ്പോയി, ളുഹ്റിൻ്റെ സമയം മുഴുവനും കൂടി അങ്ങ് ഉറങ്ങിപ്പോയി. എന്നാൽ ളുഹ്ർ നഷ്ടപ്പെട്ടല്ലോ. പക്ഷെ ളുഹ്ർ നഷ്ടപ്പെട്ടാൽ ളുഹ്റിൻ്റെ ബാധ്യത നിർവഹിക്കണമല്ലോ. എന്താണ് നിർവഹിക്കാൻ അല്ലാഹുവും റസൂലും കൽപ്പിക്കുന്നത്? സമയത്തിൻ്റെ പുറത്ത് നിർവഹിക്കാൻ. ഇതിന് നമ്മൾ ഖളാ എന്ന് പറയും. യാത്ര കൊണ്ടോ രോഗം കൊണ്ടോ റമദാൻ മാസത്തിലെ നോമ്പ്
ആ റമദാന് നിർവഹിക്കാൻ പറ്റാതെ വന്നാൽ ആ റമദാനിലെ നോമ്പിനെ എന്താണ് അള്ളാഹു വിവരിച്ചത്? ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ, മറ്റു ദിവസങ്ങളിൽ അത്രയും എണ്ണം നോമ്പ് പിടിച്ചുകൊണ്ട് ഖളാ വീട്ടുക. റമദാൻ നോമ്പിൻ്റെ അത്ര തന്നെ ശ്രേഷ്ഠതയും പുണ്യവും റമദാൻ അല്ലാത്ത കാലത്ത് ഖളാ വീട്ടി നിർവഹിക്കുമ്പോൾ ലഭിക്കുന്നില്ലെങ്കിലും റമദാൻ മാസത്തിൻ്റെ സ്ഥാനമാനങ്ങളും ബഹുമതികളും അല്ലാത്ത മാസത്ത് ഖളാ വീട്ടുമ്പോൾ കിട്ടുന്നില്ലെങ്കിലും നോമ്പിൻ്റെ ബാധ്യത തീരും, ഫർദ് നോമ്പിൻ്റെ ബാധ്യത തീരും. കാരണം സമയത്തിൽ നിർണയിക്കപ്പെട്ടത് സമയത്തിൻ്റെ പുറത്ത് നിർവഹിക്കുന്നതാണ് ഖളാ. അങ്ങനെ സമയത്തിൽ നിർവഹിക്കേണ്ട ബാധ്യതകൾ ഖളാ വീട്ടാം. പക്ഷേ ഹുഖൂഖുൽ ഔഖാത്ത്, സമയങ്ങൾക്കുള്ള ഹക്കുകൾ ലാ യുംകിനു ഖളാഉഹാ, അതിനെ ഖളാ വിട്ടാൻ കഴിയുകയില്ല. കാരണം സെക്കൻഡ് തോറും വഖത്ത് മാറി 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 ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. പിടിച്ചു കെട്ടാൻ സാധ്യമല്ല, സെക്കൻഡുകളെ തടഞ്ഞു നിർത്താൻ സാധ്യമല്ല, മിനിറ്റുകളെ നമുക്ക് തടഞ്ഞു നിർത്താൻ സാധ്യമല്ല. ഓരോ സെക്കൻഡിലും അള്ളാഹു ആ സെക്കൻഡിൽ നമ്മെ ജീവിപ്പിച്ചതിന് എന്താണോ ഹക്കെങ്കിൽ ആ ഹക്ക് നമ്മൾ നിർവഹിക്കാത്തത് ആ സമയം കഴിഞ്ഞ് പിന്നെ ചെയ്യുന്നത് പിന്നത്തെ സമയത്തിൻ്റെ ഹക്കാണ്. കഴിഞ്ഞ സമയത്തിൻ്റെ ഹക്ക് നമുക്ക് ഖളാ വീട്ടാൻ സാധ്യമല്ലല്ലോ. ഇതാണ് സമയത്തിൻ്റെ ഹക്ക്. ആ സമയത്തിൻ്റെ ഹക്ക് ഒരു ദിവസത്തിൽ പലതവണ മാറിയാൽ ആ മാറിയതിനോടൊപ്പം തന്നെ നിന്നുകൊണ്ട് ഞാൻ എന്താണോ ചെയ്തത്, ഞാൻ എന്താണോ അഭിപ്രായപ്പെട്ടത്, ഞാൻ എന്താണോ പറഞ്ഞത്, ഞാൻ എന്താണോ സദസ്സിൽ പ്രസംഗിച്ചത് അതുതന്നെ ശരി, ഇനി അതിൽ നിന്ന് എനിക്ക് മാറാൻ പറ്റില്ല, ഇനി അതിൽ നിന്ന് എനിക്ക് തിരിയാൻ പറ്റില്ല, അതിന്മേൽ ഞാൻ ഉറച്ചു നിൽക്കും, എന്ത് തന്നെ വന്നാലും ശരി എന്ന നിലയ്ക്ക് നിൽക്കുന്നുണ്ടെങ്കിൽ അവൻ സ്വാദിഖല്ല, ഹക്കിൻ്റെ കൂടെ കറങ്ങുന്നവനല്ല, സമയത്തിൻ്റെ ഹക്ക് നിറവേറ്റുന്നവനല്ല. സമയത്തിൻ്റെ ഹക്ക് നിറവേറ്റുകയാണെങ്കിൽ ഓരോ സമയത്തും ആ സമയത്തിനൊരു ഹക്കുണ്ട്. തസ്ബീഹിൻ്റെ ഹക്കുണ്ട്, ഹംദിൻ്റെ ഹക്കുണ്ട്, ശുക്റിൻ്റെ ഹക്കുണ്ട്, നിസ്കാരത്തിൻ്റെ ഹക്കുണ്ട്, വഅദിൻ്റെ സമയത്ത് വഅദിൻ്റെ ഹക്കുണ്ട്, ഭാര്യമാരുമായി പ്രാപിക്കുന്ന സമയത്ത് അവരുടെ ഹക്കുണ്ട്, മക്കളെ കാണുന്ന സമയത്ത് അവരുടെ ഹക്കുണ്ട്. നമ്മുടെ അളവിൽ സമയം എത്ര തന്നെ കഴിഞ്ഞു പോയാലും ആ സമയത്തൊക്കെ അള്ളാഹു നിശ്ചയിച്ച കടപ്പാടുകളുണ്ട്, ധർമ്മമുണ്ട്. ഈ ധർമ്മം മുറ പോലെ നിർവഹിക്കുന്നവരാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ. ആ ഔലിയാക്കന്മാരോട് കൂടെയായിരിക്കണം നാം. ഇങ്ങനെയുള്ള ഔലിയാക്കന്മാരോട് കൂടെയായിരിക്കണം നാം. എങ്ങനെയാണ് നമുക്ക് കൂടെയാകാൻ കഴിയുക? നമുക്ക് കൂടെയാകാൻ കഴിയുക കർമ്മം കൊണ്ട് കൂടെയാകാൻ വളരെ പ്രയാസമാണ്. അവരെ അനുകരിച്ചുകൊണ്ട് കൂടെ നിൽക്കാൻ വളരെ പ്രയാസമാണ്. അവരെ പിന്തുടർന്നുകൊണ്ട് അവർ ചെയ്തതുപോലെ ചെയ്യാൻ നമുക്ക് വളരെ പ്രയാസമാണ്. അവരെ പോലെ ആകാൻ പ്രയാസമാണ് എന്നർത്ഥം. കാരണം നമ്മളും അവരും തമ്മിൽ അജഗജാന്തരമുണ്ട്, അവസ്ഥ മാറ്റമുണ്ട്, എല്ലാ നിലയിലും മാറ്റമുണ്ട്. ആ നിലക്ക് തന്നെ അവരോടൊപ്പം കൂടാൻ, അവരെ പോലെ തന്നെ അവരുടെ സ്ഥാനത്തെത്താൻ നമുക്ക് പറ്റണമെന്നില്ല. സാധാരണക്കാരായ നമുക്ക് നമ്മൾ അവരുടെ കൂടെ നിൽക്കുന്നത് എങ്ങനെയാണ്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതുപോലെ അൽ മർഉ മഅ മൻ അഹബ്ബ, ഒരു മനുഷ്യൻ അയാൾ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് അവരോട് കൂടെയാണ്. ഒരാളെ നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആ ആളുടെ കൂടെയാണ് നാം. ആഖിറത്തിൽ വരുന്നത് മാത്രമാകേണ്ടതില്ല. ആഖിറത്തിൽ അങ്ങനെയാകും, അള്ളാഹു അങ്ങനെ ആക്കുമാറാകട്ടെ. അങ്ങനെയാകുന്നത് എന്തുകൊണ്ടാണ്? ദുന്യാവിൽ അവരുടെ കൂടെയാകുന്നത് കൊണ്ട്. ഒരാളെ നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അയാളുടെ കൂടെയാണ് നമ്മുടെ മനസ്സ്. ഒരാളെ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ അദ്ദേഹത്തെ ആദരിക്കുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെയാണ് നാം, അദ്ദേഹത്തിൻ്റെ ആളാണ് നാം, അദ്ദേഹത്തെ ആദരിക്കുന്ന ആളാണ് നാം, അദ്ദേഹത്തെ ഗൗനിക്കുന്ന ആളാണ് നാം, അദ്ദേഹത്തോട് നന്ദിയുള്ളവരാണ് നാം, അദ്ദേഹത്തെ നിന്ദിക്കുന്നവരല്ല നാം. എപ്പോഴും നമ്മൾ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് അവരോട് കൂടെയാണ്. അതേമാതിരി തന്നെ ആഖിറത്തിലും അവരോടുകൂടെയാകും എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ ഹബീബ് സ്വഹാബത്തിനെ ധരിപ്പിച്ചപ്പോൾ ഇതുപോലെ ആശയമുള്ള ഒരു വാചകം, ഇതുപോലെ സന്തോഷകരമായൊരു വാക്ക് ഞങ്ങൾക്കിതിൻ്റെ മുൻപ് കേട്ടിട്ടില്ല. അത്ര വലിയ സന്തോഷമായി ഈ വാക്ക് കേട്ടപ്പോൾ എന്ന് മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള മഹാന്മാർ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുത്ത് 10 വയസ്സിൽ മാതാവും ഉപ്പായും കൊണ്ടുവന്നാക്കിയിട്ട് റസൂലുള്ളാഹിന്റെ ഖിദ്മത്തിൽ തന്നെ മദീനത്തെ നബിയുടെ ജീവിതത്തിൻ്റെ സമയത്ത് മുഴുവൻ നബിയോടൊപ്പം ജീവിച്ച അനസ് എന്നവർ പറയുന്നു, അള്ളാഹിൻ്റെ റസൂലിൻ്റെ ഈ ഒരു വാക്ക് കേട്ടപ്പോൾ
അതുകൊണ്ട് ഞങ്ങൾ സന്തോഷിച്ചതുപോലെ മറ്റൊന്നുകൊണ്ടും ഞങ്ങൾ സന്തോഷിച്ചിട്ടില്ല. കാരണം ഞങ്ങൾ ഹബീബിനെ ഇഷ്ടപ്പെടുന്നവരാണല്ലോ, അള്ളാഹുവിന്റെ ഹബീബിനെ സ്നേഹിക്കുന്നവരാണല്ലോ. ആ സ്നേഹിക്കുന്ന നബിയോടൊപ്പം ഞങ്ങൾ ഉണ്ടാകുമെന്ന് അള്ളാഹുവിന്റെ ഈ റസൂലിന് അർത്ഥം മനസ്സിലാക്കാമല്ലോ. അതുകൊണ്ട് ഞങ്ങൾ സന്തോഷിച്ചു എന്ന് മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു തങ്ങളവർകൾ പറഞ്ഞതുപോലെ ഔലിയാക്കന്മാരെ നമ്മൾ ഇഷ്ടപ്പെടുന്നു, മഹാനായ ശൈഖ് തങ്ങളവർകളെ നമ്മൾ ഇഷ്ടപ്പെടുന്നു, അതേ ഖുതുബുൽ അഖ്താബ് അവർകളെ നമ്മൾ ഇഷ്ടപ്പെടുന്നു. ആ ഇഷ്ടമാണ് വർഷാന്തം അവരുടെ ഖുതുബിയത്തിന്റെ വാർഷികത്തിന്റെ പേരിൽ നമ്മൾ ഒത്തുകൂടാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്, അവരുടെ ഖുതുബിയത്ത് മാസാന്തം ചൊല്ലാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്, അവരുടെ റാത്തീബുകൾ എങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്, അവരുടെ മാലകൾ പാടിക്കൊണ്ടിരിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത് അവരോടുള്ള ഇഷ്ടമാണ്, അവരുടെ സൽക്രമങ്ങളോടുള്ള ഇഷ്ടമാണ്, അവരുടെ വിലായത്തിനോടുള്ള ഇഷ്ടമാണ്. ആ ഇഷ്ടമാണ് നമ്മെ അവരോടൊപ്പം എത്തിക്കുക. അള്ളാഹു എത്തിക്കുമാറാവട്ടെ. എന്നാലും വേണം ആ സിദ്ഖ് എന്ന് പറയുന്ന വാചകം കുറച്ചുകൂടി വിപുലമായ അർത്ഥത്തിൽ നമ്മൾ വിശദീകരിക്കേണ്ട വാചകമാണ്. ഒരു മനുഷ്യൻ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും ഏത് കർമ്മത്തിൻ്റെ അടുക്കലും ഉണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം, ആ കർമ്മത്തെക്കാൾ പ്രധാനം ആ കർമ്മത്തെക്കുറിച്ചുള്ള കരുത്താണ് നിയ്യത്ത്. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് എന്ന ഹദീസ് കൊണ്ടാണ് അനേകം മഹാന്മാർ അവരുടെ ഗ്രന്ഥങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. അവരുടെ ഗ്രന്ഥങ്ങൾ ഈ ഹദീസ് കൊണ്ട് ആരംഭിച്ചിട്ടില്ലെങ്കിൽ ആ ഗ്രന്ഥം പരിപൂർണമല്ലെന്നാണ് ഇമാമിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് എന്ന ഹദീസ് ഇമാം ബുഖാരി തന്റെ സ്വഹീഹിൽ ആരംഭമായി തന്നെ പറയുന്നത് ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് എന്ന ഹദീസാണ്. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ധാരാളം പറയാം. ഒരുപാട് മഹാന്മാർ എത്രയോ വിശദീകരിച്ചിട്ടുണ്ട്. ആ വിശദീകരണത്തിന്റെ ഒക്കെ മൊത്തം ചിന്ത മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു തങ്ങളവർകൾ വിവരിക്കുന്നത് നമ്മുടെ കർമ്മം അല്ല ഏറ്റവും പ്രധാനം, ആ കർമ്മത്തെക്കാൾ പ്രധാനം ആ കർമ്മം ചെയ്യുമ്പോഴുള്ള നമ്മുടെ വിചാരമാണ്, നമ്മുടെ കരുത്താണ്, നമ്മുടെ നിയ്യത്താണ്. ആ നിയ്യത്താണ് പ്രധാനം. ഇപ്പൊ നിസ്കാരത്തിന് തന്നെ നിങ്ങൾ നോക്കിക്കോളൂ, നിയ്യത്തിന്റെ സമയത്ത് മാത്രമല്ലേ വാസ്തവത്തിൽ എന്താണ് ചെയ്യുന്നതെന്ന ബോധം നമ്മുടെ മനസ്സിൽ ശരിക്കുള്ളൂ, എന്താണ് നമ്മൾ നാവുകൊണ്ട് ഉച്ചരിക്കുന്നത് എന്ന ബോധം നമ്മുടെ മനസ്സിലുള്ളൂ. അപ്പോൾ മാത്രമേ നിസ്കാരത്തെക്കുറിച്ചുള്ള ബോധമൊന്നു. ളുഹ്ർ എന്ന ഫർദ് 4 റക്അത്ത് ഖിബലക്ക് മുന്നിട്ട് അല്ലാഹു തആലാക്ക് വേണ്ടി അതാ ആയി ഞാൻ നിർവഹിക്കുകയാണ് എന്ന് മനുഷ്യൻ അല്ലാഹു അക്ബർ എന്ന് ചൊല്ലുമ്പം വിചാരിക്കുമ്പോൾ ആ വിചാരം നല്ല കരുത്ത്, ഉറച്ച കരുത്തല്ലെങ്കിൽ നിസ്കാരം കെട്ടുപെടുകയില്ല, നിസ്കാരമാവുകയില്ല. ആ സമയത്തല്ലാതെ അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു കരുത്ത് നമ്മുടെ നിസ്കാരത്തിൽ ബാക്കി ഏതെങ്കിലും സമയത്തുണ്ടോ? ബാക്കിയൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ പോവുകയാണ്. ഇമാമും ജമാഅത്തുമായിട്ട് നിസ്കരിക്കുകയാണെങ്കിൽ പറയേണ്ട, ഇമാമിൻ്റെ കൂടെ നമ്മളങ്ങനെ പോകും. ഒറ്റയ്ക്ക് നിസ്കരിക്കുകയാണെങ്കിലും നമ്മൾ ശീലമാക്കിയ രൂപത്തിൽ നമ്മളങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കും, നമ്മളങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ചൊല്ലുന്നതും ചെയ്യുന്നതും ഒന്നും മനസ്സിലേശുകയില്ല, മനസ്സിലറിയുകയുമില്ല, മനസ്സിൻ്റെ അകത്ത് പതിയുകയുമില്ല. അപ്പോഴൊക്കെ നമ്മുടെ മനസ്സ് എവിടെയോ ആണ്. തുഖാതിബുഹു ഇയ്യാക നഅ്ബുദു മുഖ്ബില അലാ വൈരിഹി ഫീഹാ. അല്ലാഹു തആലാനോട് ഇയ്യാക നഅ്ബുദു എന്ന് നിനക്ക് മാത്രമാണ് ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നത് എന്ന് സംബോധന ചെയ്യുമ്പോൾ പോലും നിന്റെ മനസ്സ് മറ്റെന്തോ ആണ് നിന്റെ മനസ്സിൽ കിടക്കുന്നത്. ഇയ്യാക എന്ന് നീ വിളിക്കുന്ന അല്ലാഹുവല്ലാത്ത മറ്റെന്തിന്റെ മേൽ മനസ്സ് മുന്നിട്ടുകൊണ്ടാണ് ഈ സംബോധന ചെയ്യുന്നത്. ഒരു ഗത്യന്തരമില്ലായ്മയോ അനിവാര്യതയോ ഇല്ല. മനസ്സിലൂടി എത്തുന്ന എന്തെല്ലാം വിചാരങ്ങളുണ്ടോ ആ വിചാരങ്ങളെ താലോലിക്കുകയാണ്, അത് വീണ്ടും വീണ്ടും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ്, അത് നീക്കിപ്പോക്കാൻ വേണ്ടി ശ്രമിക്കാതിരിക്കുകയാണ്. അത് നിസ്കാരത്തിൽ അങ്ങനെ തുടരുകയാണ്, സലാം കൂട്ടുന്നത് വരെ ഇത് തുടരുകയാണ്. എന്നാൽ അല്ലാഹു അക്ബർ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുമ്പോഴോ നിയ്യത്തുണ്ട്. ആ നിയ്യത്താണ് നിസ്കാരത്തിന്റെ ഏറ്റവും പ്രധാനം. അതങ്ങനെയാവണം. ഏത് കർമ്മത്തിന്റെയും പ്രധാന ഭാഗം അതിന്റെ നിയ്യത്താണ്. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. ആ നിയ്യത്ത് എങ്ങനെയാണോ അതിനനുസരിച്ചാണ് കർമ്മത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിലയിരുത്തുന്നത്. ഈ നിയ്യത്തിലാണ് മനുഷ്യന്മാർ വ്യത്യാസപ്പെടുന്നത്. കർമ്മത്തിൽ മനുഷ്യൻ വ്യത്യാസപ്പെടുത്തുന്നില്ല. നമ്മളെ നിസ്കാരത്തും റുകൂഉം സുജൂദും ഖിറാഅത്തും ഫാത്തിഹയും ഒക്കെയുണ്ട്. ഔലിയാക്കന്മാരുടെ നിസ്കാരത്തിലും അതൊക്കെയുണ്ട്. എവിടെയാണ് അവരും തമ്മിൽ മാറ്റം?
അവരുടെ നിസ്കാരത്തിലുടനീളം നിയ്യത്തുണ്ട്. ആ നിയ്യത്തിന്റെ സ്വിദ്ഖാണ് സ്വിദ്ഖുന്നിയ്യ എന്ന് പറയുന്നത്. സത്യസന്ധമായി യഥാവിധം മനസ്സറിഞ്ഞുകൊണ്ട് തന്നെ അവന്റെ നിയ്യത്ത് അവനോടൊപ്പം തന്നെ നിലകൊള്ളുകയും കർമ്മത്തിലുടനീളം അത് സത്യസന്ധമായി തന്നെ വ്യാജമാകാത്ത നിലയിൽ കൃത്യമായിരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് സിദ്ഖുന്നിയ്യ. ആ സിദ്ഖുന്നിയ്യത്ത് കൊണ്ട് മികച്ചു നിൽക്കുന്നവരാണ് അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ. മനസ്സിന്റെ അകത്തെ നിയ്യത്ത് കൊണ്ട്, അമലിന്റെ സമയത്തെ നിയ്യത്ത് കൊണ്ട്. ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഇമാം നബവി തങ്ങൾ പറയുന്നത്, ഒരു മനുഷ്യൻ തിന്നുന്ന നേരത്തും അവന്റെ നിയ്യത്ത് നന്നായിരിക്കട്ടെ, കുടിക്കുന്ന നേരത്തും അവന്റെ നിയ്യത്ത് നന്നായിരിക്കട്ടെ, അവന്റെ ഭാര്യയുമായി സംഭോഗം നടത്തുമ്പോഴും അവന്റെ നിയ്യത്ത് നന്നായിരിക്കട്ടെ, അവൻ മറ്റെന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്യുമ്പോഴും അവന്റെ നിയ്യത്ത് നന്നായിരിക്കട്ടെ. എങ്ങനെയാ നിയ്യത്ത് നന്നാകുക? ഹലാലായതുകൊണ്ട് മാത്രമാണ് ഞാൻ എൻ്റെ ഭാര്യയായ നീയുമായി സംസർഗത്തിൽ ഏർപ്പെടുന്നതും സംഭോഗം നടത്തുന്നതും സുഖിക്കുന്നതും നീയുമായി സല്ലപിക്കുന്നതും സന്തോഷിക്കുന്നതുമെല്ലാം എനിക്ക് അല്ലാഹു ഹലാലാക്കിയത് കൊണ്ടാണ് എന്ന ഒരു വിചാരമെങ്കിലും ആ സമയത്ത് വരുമ്പോൾ അത് പുണ്യമർഹിക്കുന്ന കർമ്മമായി മാറുന്നു. നമ്മൾ ചെയ്യുന്ന കർമ്മമോ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധമാണ്. നമ്മൾ തിന്നുന്നു, അത് ഞാനും നിങ്ങളും എല്ലാവരും തിന്നുകയാണ്. പക്ഷെ ആ തിന്നുമ്പോൾ ഹലാലായത് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത്, അള്ളാഹു വഴിപ്പെട്ട് ജീവിക്കാൻ നമുക്ക് തിന്നേ പറ്റൂ, ആരോഗ്യം നിലനിർത്താൻ നമുക്ക് തിന്നേ പറ്റൂ, അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കാൻ നമുക്ക് തിന്നേ പറ്റൂ. അതിനാണ് ഞാൻ തിന്നുന്നത്. ഇത് ഹലാലെ അള്ളാഹു തആല തിന്നാൻ അനുവദിച്ചിട്ടുള്ളൂ, അതുകൊണ്ടാണ് ഞാനിത് തിന്നുന്നത് എന്ന് തിന്നുന്നതിനെ കുറിച്ചും നമ്മൾ കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ചും ഒക്കെ ഈ നിയ്യത്ത് നന്നാക്കിയാൽ ഹറാമായ ഒരു സാധനം നമുക്ക് കഴിക്കാൻ കഴിയില്ല, ഹറാമായ ഒരു വെള്ളം നമുക്ക് കുടിക്കാൻ കഴിയില്ല, ഹറാമായ നിലക്കുള്ള ഒരു ബന്ധം നമുക്ക് സ്ഥാപിക്കാൻ കഴിയില്ല, ഹറാമായ നിലക്കുള്ള ഒരു കർമ്മം നമുക്ക് ചെയ്യാൻ കഴിയില്ല. നിയ്യത്ത് ആ സമയത്ത് സത്യസന്ധമായി അള്ളാഹുവിന് വേണ്ടിയുള്ള കർമ്മമായിരിക്കുക എന്നതിൽ വന്നാൽ അത് നമുക്ക് കഴിയുന്നില്ല എന്നിടത്താണ് നമ്മളും ഔലിയാക്കന്മാരും തമ്മിലുള്ള വ്യത്യാസം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സലാസുൻ മിൻ അലാമാത്തിൽ ഔലിയ, ഔലിയാക്കന്മാരുടെ അടയാളങ്ങളിൽ ഒരു 3 കാര്യങ്ങൾ. അൽ-ഇഖ്ലാസു വൽ-യഖീനു വത്തവക്കുലു. 3 കാര്യം നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, വിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. സലാസുൻ മിൻ അലാമാത്തിൽ ഔലിയ, അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരാണ്, അള്ളാഹിന്റെ ഇഷ്ടക്കാരാണ്, അള്ളാഹുവിന്റെ അടുപ്പക്കാരാണ് എന്നതിനുള്ള 3 അടയാളങ്ങൾ. ഒന്ന് ഇഖ്ലാസ്, ഒന്ന് യഖീന്, ഒന്ന് തവക്കുൽ. ഇത് 3ഉം സമന്വയിക്കുന്ന, ഇത് 3ഉം ശരിക്കും പൂരണങ്ങളാണ്, പൂരിപ്പിച്ച് നിൽക്കുന്ന, ഒത്തു നിൽക്കുന്ന സംഗതികളാണ്. ഇഖ്ലാസ് ഒന്ന്, അല്ലാഹു തആലാനെ മാത്രം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുക കർമ്മങ്ങളൊക്കെയും. അല്ലാഹുവല്ലാത്ത മറ്റൊന്നും നമ്മുടെ മനസ്സിൽ വിചാരം വരാതിരിക്കുക ഏത് കർമ്മത്തെങ്കിലും. ഇതാണ് ഇഖ്ലാസ്. ആവോ നമുക്ക് അഖ്ലിസ് വദാ അല്ലാ തുരീദ ബിതാഅതി ഇല്ല തഖറബ മിൻ ഇലാഹിക ദിൽ കിലാ. ഇഖ്ലാസ് എന്താണ്? ഇഖ്ലാസ്, ഇഖ്ലാസിന്റെ മറുവശം ചിന്തിക്കുക. മറുവശം ചിന്തിക്കുമ്പോൾ മനസ്സിലാകും, കർമ്മം ചെയ്യുന്നു ഒരാൾ, കർമ്മം ചെയ്യുമ്പോൾ മനുഷ്യരുമായി ബന്ധപ്പെട്ട്, മനുഷ്യർ കാണലുമായി ബന്ധപ്പെട്ട്, മനുഷ്യരുടെ പ്രീതിയുമായി ബന്ധപ്പെട്ട്, മനുഷ്യരുടെ അടുക്കൽ സ്വീകാര്യതയുണ്ടാവുക എന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നിരക്കുള്ള ഒരു ചിന്ത നമ്മുടെ കർമ്മത്തോടൊപ്പം വന്നാൽ അമലുല്ലി അജലിന്നാസി ശിർകുൻ തർക്കുഹു ലിന്നാസി ദാകഹു വരിയാഉ സബഹലലാ. മനുഷ്യർക്ക് വേണ്ടി നമ്മൾ കർമ്മം ചെയ്യുന്നുണ്ടോ, സുഹൃതം ചെയ്യുന്നുണ്ടോ, അമൽ ചെയ്യുന്നുണ്ടോ, എന്തെങ്കിലും കർമ്മം, ശിർക്കുൻ, അത് ഔലിയാക്കന്മാരുടെ ഭാഷയിൽ ശിർക്കാണ്. വേറൊരു റബ്ബനെ വിശ്വസിക്കലല്ല ഔലിയാക്കന്മാരുടെ ഭാഷയിൽ ശിർക്ക്. നമ്മൾ ചെയ്യുന്ന കർമ്മം കൊണ്ട് അല്ലാഹു തആലാനെ മാത്രം വിചാരിക്കുന്നതിലുപരി ജനങ്ങളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സ്വാർത്ഥ താല്പര്യങ്ങളിൽ എന്തെങ്കിലും ഒരു കാര്യം, ജനങ്ങളിപ്പോൾ ഒന്ന് അറിഞ്ഞതിൽ ഒരു സന്തോഷം തോന്നിയാലും മതി, ഈ അമല് ജനങ്ങൾക്ക് വേണ്ടിയാകുന്നു എന്നുള്ള നിലയിൽ വല്ല അമലും ചെയ്താൽ ആ അമലിനെ കൊണ്ട് ശിർക്ക് എന്നാണ് പറയേണ്ടത്. അതേസമയം നമ്മളൊക്കെ ലോകമാന്യത്തിന് വേണ്ടി ചെയ്യുന്നു എന്ന് പറയാറുള്ള, അല്ലെങ്കിൽ പ്രകടനപരതയോടുകൂടെ ചെയ്യുന്നു എന്ന് പറയാറുള്ള റിയ, ആ റിയ എന്താണ്? ബഹുമാനപ്പെട്ട സൂഫിയൻ പറയുന്നത് തർക്കുഹു ലിന്നാസ്, ജനങ്ങളെ പ്രമാണിച്ച്
ചെയ്യേണ്ടെന്ന് വെക്കുക. അങ്ങനെയുണ്ടല്ലോ, ഞാൻ ഇപ്പം നിസ്കരിക്കാൻ അങ്ങനെ നിൽക്കുന്നു. നിസ്കരിക്കാൻ നിൽക്കുന്ന നേരത്ത് 4 ആളുകൾ വന്നപ്പോൾ ഇവരിപ്പം എന്നെപ്പറ്റി ഞാനൊരു നിസ്കാരക്കാരനാണെന്ന് വിചാരിക്കൂലേ, എന്നാൽ അതാണ് നിർത്താം വേണ്ടെന്നൊക്കെ. ഇപ്പം ഈ സമയത്ത് നിസ്കരിച്ചില്ലെങ്കിൽ ഞാൻ അങ്ങനെ നിസ്കരിക്കണ ആളാന്ന് പോലെ വിചാരം വരുമല്ലോ എന്ന് കരുതി ഒരാൾ ചെയ്യുന്ന അമല് വേണ്ടാന്ന് വെച്ചാൽ ഇതാണ് വാസ്തവത്തിൽ ചെയ്യുന്ന അമല് വേണ്ടാന്ന് വെക്കുക. സാധാരണ സുകർമ്മമായിട്ടാണ് നമ്മൾ ചിന്തിക്കുക. പലപ്പോഴും ആരെങ്കിലും വരുമ്പോൾ നമ്മൾ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നത് പൂട്ടിയേക്കുക, ഖുർആൻ ഇതോ കാണണ്ട എന്ന്, കാണാൻ വേണ്ടി ഓതുകയാണെന്നുള്ള ചിന്ത പോകാനാണ് ചതർക്കടില്ല. അതേസമയം നമ്മൾ ജനങ്ങളെ നമ്മളെപ്പറ്റി മറ്റെന്തെങ്കിലും വിചാരിക്കട്ടെ, അല്ലെങ്കിൽ ജനങ്ങൾ നമ്മൾ ചെയ്യുന്നതായിട്ട് വിചാരിക്കോലോ എന്ന് പ്രമാണിച്ചുകൊണ്ട് നമ്മൾ ഒഴിവാക്കുകയാണെങ്കിൽ അതാണ് യഥാർത്ഥത്തിൽ സൂഫിയന്മാരുടെ ഭാഷയിൽ റിയ. കാരണം അമലുകളും ഇബാദത്തുകളും ഒഴിവാക്കാനുള്ളതല്ല, അത് ജനങ്ങളെ പ്രമാണിച്ചുകൊണ്ട് ഒഴിവാക്കുകയാണെങ്കിൽ ജനങ്ങളെ മാനിച്ചുകൊണ്ടുള്ള കർമ്മമാണ് ആ കർമ്മം, ഒഴിവാക്കുക എന്ന കർമ്മം. അതേസമയത്ത് ചെയ്യുക എന്ന കർമ്മമോ അത് ജനങ്ങളെ മാനിച്ചുകൊണ്ടാണെങ്കിലോ അത് പച്ച ശിർക്ക് തന്നെ. റിയ എങ്കിൽ പോലും അത് ശരിക്കും ശിർക്കെന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്നതാണ് സൂഫിയന്മാർ. റസൂലുള്ളാഹിനെ വിശേഷിപ്പിച്ചിട്ടുണ്ട് അശ്ശിർക്കുൽ അസ്ഗർ. നമ്മൾ സാധാരണ ഓതി വരുന്ന അവസാനത്തെ ആയത്ത്, അൽ കഹ്ഫിന്റെ അവസാനത്തെ ആയത്ത് കാണാം, വലാ യുശ്രികു ബിഇബാദത്തി റബ്ബിഹി അഹദാ ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി ഫല്യഅമൽ അമലൻ സ്വാലിഹാ വലാ യുശ്രികു ബിഇബാദത്തി റബ്ബിഹി അഹദാ. അല്ലാഹുവിൽ പ്രതീക്ഷയുണ്ടോ? അള്ളാഹുമായി കണ്ടുമുട്ടും, അള്ളാഹുവിനെ കാണണം, അള്ളാഹുവിനെ ദർശിക്കണം എന്ന് മോഹമുണ്ടോ? അള്ളാഹു പിടികൂടും ശിക്ഷിക്കും എന്ന് പേടിയുണ്ടോ? അങ്ങനെ പേടിയുള്ളവരും ആശയുള്ളവരും ഫല്യഅമൽ അമലൻ സ്വാലിഹാ, സുഹൃതങ്ങൾ നല്ല നല്ല കർമ്മങ്ങൾ അവൻ ചെയ്തു കൊള്ളട്ടെ. പക്ഷേ കർമ്മം ചെയ്തതുകൊണ്ട് മാത്രം ആയില്ല, അള്ളാഹുവിനെ കാണാൻ കഴിയില്ല, അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. വലാ യുശ്രികു ബിഇബാദത്തി റബ്ബിഹി, റബ്ബിന് വേണ്ടി ചെയ്യുന്ന കർമ്മം കൊണ്ട് അവൻ കൂട്ടിച്ചേർക്കാൻ പാടില്ല. അഹദ, മറ്റൊരു ലക്ഷ്യവും കൂട്ടിച്ചേർക്കാൻ പറ്റാതെ ഇബാദത്ത് അള്ളാഹുവിന് വേണ്ടി മാത്രം ചെയ്യാൻ കഴിയുമോ? ഇതാണ് ഇഖ്ലാസ്. ഈ ഇഖ്ലാസ് നമ്മുടെ ഏതെങ്കിലും ഒരു കർമ്മത്തിലുണ്ടോ? ആ ഇഖ്ലാസിന്റെ ഏതെങ്കിലും ദറജകൾ, ഏതെങ്കിലും പാടുകൾ നമ്മുടെ കർമ്മത്തിലുണ്ടോ? എന്താ വേണ്ടത്? അഖ്ലിസ് വദാ അല്ലാ തുരീദ ബിത്വാഅ ഇല്ല തഖറബ മിൻ ഇലാഹിക, നിന്റെ ഇലാഹായ റബ്ബിനോട് സാമീപ്യം നേടാൻ വേണ്ടി അല്ലാഹു നിശ്ചയിച്ച കർമ്മം, അടുപ്പം കിട്ടാൻ വേണ്ടി അള്ളാഹു നിശ്ചയിച്ച കർമ്മം, അള്ളാഹുവിന്റെ ആളായിരിക്കാൻ വേണ്ടി അള്ളാഹു നിശ്ചയിച്ച ധർമ്മം എന്ന നിലക്ക് മാത്രം നിനക്ക് ഇബാദത്ത് ചെയ്യാനും അമൽ ചെയ്യാനും കഴിയുന്നുണ്ടോ? ഇതാണ് ഇഖ്ലാസ്. കർമ്മങ്ങളെല്ലാം അള്ളാഹു എന്ന ചിന്ത കൊണ്ട്, അള്ളാഹുവിനോടുള്ള അടുപ്പം എന്ന ചിന്ത, അള്ളാഹുവിൽ നിന്ന് സ്വർഗം എന്ന് ചിന്തിച്ചാൽ പോലും ഇഖ്ലാസ് കുറഞ്ഞു. അള്ളാഹുവിൽ നിന്ന്, നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം, നരകത്തിൽ കടത്തരുത് അള്ളാഹു എന്ന് ചിന്തിച്ചാൽ പോലും ഇഖ്ലാസ് കുറഞ്ഞു. ഇഖ്ലാസ് കൃത്യമായി വരുന്നത് സ്വർഗനരകങ്ങളെ കുറിച്ചുള്ള മോഹമോ ഭീതിയോ ഒന്നുമല്ല. അമൽ ചെയ്യുമ്പോൾ ഉണ്ടാകേണ്ട ശരിയായ നിയ്യത്തും വിചാരവും, അള്ളാഹുവിന്റെ സാമീപ്യം, അള്ളാന്റെ പൊരുത്തം, അള്ളാഹുവിന്റെ അടുപ്പം, ഇത് മാത്രം ചിന്തിച്ചുകൊണ്ട് അള്ളാന്റെ അടുപ്പക്കാർക്ക് അടുക്കാൻ വേണ്ടി അള്ളാഹു നിശ്ചയിച്ച കർമ്മമാണ് ചെയ്യുന്നത് എന്ന വിചാരത്തോടു കൂടെ ചെയ്യുന്നുണ്ടോ? അതാണ് ശരിക്കും ഇഖ്ലാസ്. ഈ ഇഖ്ലാസിനൊപ്പം അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ട് ദൃഢമായി വിശ്വസിക്കുക. ദൃഢമായി വിശ്വസിച്ചാൽ എന്താ കാര്യം? എല്ലാം അള്ളാഹുവിങ്കലാണ്, എല്ലാം അള്ളാഹു നടത്തുന്നതാണ്, അള്ളാഹു ഉദ്ദേശിച്ചതേ നടക്കുള്ളൂ, അള്ളാഹു ഉദ്ദേശിച്ചാവത്തും നടക്കൂല എന്ന് ചിന്തിക്കുന്ന യഖീൻ ഒരാൾക്കുണ്ടെങ്കിൽ അവന് വല്ല പേടിയുണ്ടോ? വല്ലതും നഷ്ടപ്പെട്ടതിൽ വല്ല ദുഃഖമുണ്ടോ? ഇല്ല. അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. എന്തെങ്കിലും ഭീതിയുമില്ല, എന്തെല്ലാം നഷ്ടപ്പെട്ടു എന്നതിനെ ചൊല്ലി ദുഃഖവുമില്ലാത്തവരാണ് അള്ളാഹിന്റെ ഔലിയാക്കന്മാർ എന്നുള്ള ഈ യഖീന. ഈ യഖീനുള്ളവരെ സംബന്ധിച്ചിടത്തോളമുള്ള അനിവാര്യമായ ഒരു ഗുണമാണ് തവക്കുൽ. എന്ത് വിഷയത്തിലും അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് അവരങ്ങ് നീങ്ങും. അതിൻ്റെ ഭാഗമാണ്
അള്ളാഹുവിന് വേണ്ടി ചെയ്യുക, അള്ളാഹുവിന് വേണ്ടിയാവുക, അള്ളാഹു തആലാനെ മാത്രം ലക്ഷ്യമാക്കുക, അള്ളാഹുവിൻ്റെ പ്രതിഫലം, അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് ഒഴിവാകൽ എന്ന ലക്ഷ്യം പോലും കൂട്ടിക്കൊടുക്കാതെ പടച്ച തമ്പുരാന്റെ പൊരുത്തവും ഇഷ്ടവും എന്ന് മാത്രം ചിന്തിച്ചുകൊണ്ടുള്ള ഇഖ്ലാസ് എല്ലാം ഈ യഖീനിന്റെയും തവക്കുലിന്റെയും പൂരണമായി വരുന്ന ഗുണങ്ങളാണ്. ഇത് മൂന്നും അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർക്ക് അള്ളാഹുവിൻ്റെ ഇഷ്ടക്കാർക്കുള്ള അടയാളമാകുന്നു എന്ന് മുത്തു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഈ അടിസ്ഥാന ഗുണങ്ങളിലൂടെയാണ് മുഹിയുദ്ദീൻ ഷെയ്ഖ് തങ്ങളവറുകൾ പോലുള്ള കുത്തുബുൽ അഖ്താബുകളും കുത്തുബുകളും ഒക്കെ ഉണ്ടായിത്തീരുന്നത്. ആ ജീവിതമാണ് അവരുടെ ജീവിതം. ആ ജീവിതത്തിൻ്റെ ഒരു ലേശമെങ്കിലുമൊക്കെ കേൾക്കുമ്പോഴും പറയുമ്പോഴും ഇഖ്ലാസ് വിഷയത്തെക്കുറിച്ച് പറയുമ്പോഴും തവക്കുലിനെ കുറിച്ച് പറയുമ്പോഴും യഖീനെ കുറിച്ച് പറയുമ്പോഴും ഒക്കെ വഅദുകളിൽ കേൾക്കുമ്പോഴുമൊക്കെ നമുക്കും ലേശമൊക്കെ വേണം, അല്പാൽപമൊക്കെ വേണം. അങ്ങനെ നേടാനുള്ള ഒരു മഹത്തായ ഉപായവും മാധ്യമവുമാണ് ഇത്തരം സദസ്സുകൾ. അതിന് പ്രയോജനപ്പെടണം. അതോടൊപ്പം നമുക്കതിന് പറ്റുന്നില്ല എന്ന് അത്യാവശ്യമൊക്കെ ബോധ്യപ്പെടും, അവരുടെ നിലയിലേക്ക് ഉയരാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെടും. അങ്ങനെ വരുമ്പോൾ അവരുടെ ഫളലും അവരുടെ ഇഷ്ടവും അവരുടെ പൊരുത്തവും അവരുടെ ശഫാഅത്തും ഒക്കെ കിട്ടണമെന്ന മോഹത്തോടെ അവരെ ഇഷ്ടപ്പെടുന്നവരിലെങ്കിലും പെടുക, ആക്ഷേപിക്കുന്നവരിൽ പെടാതിരിക്കുക, കുറ്റപ്പെടുത്തുന്നവരിൽ പറയാതിരിക്കുക. എന്ത് മൊയ്തീൻ ശൈഖ്, എന്ത് ശൈഖ് എന്നൊക്കെ ചിന്തിക്കാതെ അങ്ങനെയൊക്കെ പറയുന്നവരില്ലേ അള്ളാന്റെ ലോകത്ത്? അള്ളാന്റെ അടിയങ്ങളുടെ കൂട്ടത്തിൽ അങ്ങനെയുള്ളവരുണ്ടല്ലോ. ആകാൻ കഴിയില്ലെങ്കിലും ആയവരെയും ആയിട്ടുള്ള മഹാന്മാരെയും പുച്ഛിക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ അതൊന്നുമില്ലാത്ത ആദരവും ഇഷ്ടവും അവരോട് വെച്ചു പുലർത്തിക്കൊണ്ട് അവരെ ഇഷ്ടക്കാരായി മാറുകയും ആ ഇഷ്ടത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാളെ പരലോകത്ത് അവരോടൊപ്പം ചേരാൻ കൊതിക്കുകയും ചെയ്യുന്നവരാവുകയാണ് ഇത്തരം സദസ്സുകൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതും ഇതുകൊണ്ടുള്ള ഫായിദ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതൊക്കെ നേടാൻ പറ്റുന്നവരും അതൊക്കെ ഉൾക്കൊള്ളാൻ പറ്റുന്നവരും നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ അല്പാൽപമെങ്കിലും പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും മനസ്സിൻ്റെ അകത്ത് അത് നമ്മുടെ ഗുണങ്ങളായി സദ്ഗുണങ്ങളായി വളർത്താനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. സാധാരണ പറയും പോലെ തന്നെ നമ്മുടെ ഈ പരിപാടികൾ മുറക്ക് അവസാനിപ്പിക്കണം. നീണ്ടുപോയാലും കുഴപ്പമില്ല എന്നായിരുന്നു വരെയുള്ളത്. ഇപ്പോൾ നമ്മൾ 10 മണിക്ക് അവസാനിപ്പിക്കണം എന്നാണ് ഓർത്തുള്ളത്. ഇനി സാധാരണ നമ്മൾ ചെയ്യും പോലെ നമ്മൾ എന്തെങ്കിലുമൊക്കെ കയ്യിലുള്ളതുണ്ടെങ്കിൽ അത് തങ്ങളെടുത്ത് കൊടുത്ത് നമ്മൾ ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യണം.